ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബഡ്ഡീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഞണ്ട് റോസ്റ്റാണ്. നമ്മളിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ്. ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഉലുവ കൂടി. ഇത് രണ്ടും നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. കരിഞ്ഞു പോകരുത്, ചെറുതായ ഒരു ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മളൊരു 4 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. ഇത് മൂന്നും ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഒരു 1/2 കിലോളം ഉണ്ട്. ചെറിയ ഉള്ളിയാണ് സ്വാദ്, അതാണ് ചെറിയ ഉള്ളി തന്നെ ഇതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നത്. ഇത് മൂത്ത് വരുമ്പം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കുക. പിന്നെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന ഒരു സ്മെല്ല് വരെ വഴറ്റിയെടുക്കണം. ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്ന തക്കാളിയാണ്. ഇവിടെ 4 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ 4 തക്കാളി ചെറുതായി അരിഞ്ഞ് വെച്ചാണ്, അതും ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന മസാലകളെന്ന് പറയുമ്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, പെരുംജീരകം, നല്ല ജീരകം, ഇതെല്ലാം പൊടികളാണ്. ഇതെല്ലാം ചേർത്ത് കൊടുക്കുക നമ്മളിതിനകത്ത്. മുളക് പൊടിയൊക്കെ ആവശ്യത്തിന് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. പെരുംജീരകം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ എടുക്കണം. നല്ല ജീരകം ഒരു 1/2 ടേബിൾ സ്പൂൺ മതിയാവും. നല്ല ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കണം. ഒരു കുഴമ്പ് രൂപത്തിലാവാൻ വേണ്ടിയാണ് വെള്ളം ചേർക്കുന്നത്. കുറച്ച് ചേർത്താൽ മതിയാവും. വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. പിന്നെ പാകത്തിന് ഉപ്പ് ചേർക്കുക. ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഞണ്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഞണ്ട് ക്ലീൻ ചെയ്യുന്നതിൽ കാണിച്ചിട്ടില്ല, എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. വളരെ സിമ്പിളാണ് ഞണ്ട് ക്ലീൻ ചെയ്യൽ. ശേഷം ഞണ്ട് മസാലയെ നല്ല പിടിക്കുന്ന തരത്തിൽ നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മതിയായിരിക്കും. ശേഷം ഒന്നുകൂടെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു തേങ്ങയുടെ പാലാണ്. ഒരു തേങ്ങ മുഴുവനായി അരച്ചെടുത്തതിൻ്റെ പാലാണ്. തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കുക. ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വയ്ക്കാവുന്നതാണ്. ഒരു 20-25 മിനിറ്റ് നമ്മളിത് ഈ തേങ്ങാപ്പാലിൽ തന്നെ ഇത് വേവിക്കണം. അത് അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിക്കണം. അപ്പോഴാണ് അതിൻ്റെ സ്വാദ് തീർച്ചയായിട്ടും ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഞണ്ട് റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക.